ഞങ്ങളുടെ മതവിശ്വാസവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് തന്നെയാണ് ഗോവ്, അതിൽ സംശയമൊന്നും വേണ്ട. ഇതുപോലെ തന്നെ ഇതര മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധമുള്ളതിന് ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് പോലെ ഞങ്ങളുടെ ഗ്രീവൻസ് നിങ്ങൾ പരിഗണിക്കണം. ആദ്യത്തെ ചോദ്യത്തിന് മറുപടി വന്നില്ല. കേരളത്തിൽ ഗോവധ നിരോധനം നടപ്പാക്കണോ വേണ്ടയോ? അല്ല, ഞാൻ അതിനാണ് പറഞ്ഞത്. കേരളത്തിലും ഞങ്ങളുടെ ആവശ്യം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഗോവധ നിരോധനം നടപ്പിലാക്കണം എന്ന് മാത്രമാണ്. അതിന്റെ അർത്ഥം ബീഫ് നിരോധനം വേണം എന്നല്ല. നിയമപരമായി ഗോവധ നിരോധനം കേരളത്തിൽ നിലനിൽക്കാത്തിടത്തോളം കാലം ഇതിനെ കൊല്ലുന്നതും തിന്നുന്നതും ഒരു തെറ്റായി കാണുന്നുണ്ടോ? ഇത് നിയമത്തിന്റെ വിഷയമല്ല. ഞങ്ങളുടെ ഗ്രീവൻസ് മറ്റുള്ളവർ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതിലെ വിഷയമാണ്. ഞങ്ങൾ കൊന്നേ അടങ്ങൂ എന്നാണെങ്കിൽ കൊന്നോളൂ. ഞങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള വിവേചനം ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ഞങ്ങൾ മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ പ്രവൃത്തിയിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാൻ ഏത് ഹിന്ദു സംഘടന എന്നെ ഏത് സംവിധാനത്തിന്റെ പ്രതിനിധിയായിട്ടാണോ വിളിച്ചത് ആ പ്രാതിനിധ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഗ്രീവൻസ് മറ്റുള്ളവർ ഉൾക്കൊള്ളണം. ഇതാണ് ഞങ്ങളുടെ ആത്യന്തികമായിട്ടുള്ള ആവശ്യം. ശംസുദ്ദീൻ, ഞാൻ പേരുകൊണ്ടും ജീവിതശൈലി കൊണ്ട് ഒരു ഹിന്ദുവാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഹിന്ദുവിന്റെ എന്റെ പേരും കൊണ്ട് ഞാൻ പറയുന്നു. അപ്പൊ ഹിന്ദുവിന്റെ മൊത്തം അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടന ഹിന്ദുക്കളുടെ മൊത്തം അവകാശം നിങ്ങൾക്ക് എഴുതി തന്നിട്ടില്ല. ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളിൽ ആചരിച്ച് ജീവിക്കാനുള്ള അധികാരമുണ്ട്, അവകാശം നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്, നിയമത്തിന്റെ സോഴ്സ് എന്ന് പറയുന്ന മനുസ്മൃതി അല്ല, ബൈബിളല്ല, ഖുറാനല്ല, ഭരണഘടനയാണ്. അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ പറയും ഞങ്ങളുടെ ഗ്രീവൻസസ്, അതായത് പശു ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ജീവിയാണ്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ജീവിയാണ്, അതുകൊണ്ട് മറ്റുള്ളവരും കൊല്ലരുതെന്ന് പറയുന്ന മറ്റു മതങ്ങളുടെ അവകാശങ്ങളിൽ നിങ്ങൾ കടന്നുകയറ്റമാണ്. അത് ഒരു കാരണവശാലും സാധാരണ പകരുന്ന ഈ നാട്ടിൽ ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ടത്. നാളെ നിങ്ങൾ ഈ പശുവിൻ്റെ കാര്യം പറഞ്ഞാൽ നാളെ ഏത് ഡ്രസ്സ് ധരിക്കണം, ഞങ്ങളെല്ലാം കാവ്യ ധരിക്കുന്നത്, നിങ്ങളും കാവ്യ ധരിക്കണം, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ബീഫോ ഇതൊന്നും അല്ല യഥാർത്ഥ ഇവിടുത്തെ വിഷയം. ഇവിടെ സംഘപരിവാർ തീരുമാനിക്കണം എന്ത് സംസാരിക്കണം, എന്ത് ധരിക്കണം, എന്ത് കഴിക്കണമെന്ന് സംഘപരിവാർ തീരുമാനിക്കുന്നു. സംഘപരിവാറിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോഴേ ഇങ്ങ് ഗാന്ധിജി മുതൽ ഇങ്ങ് കൽബുർഗി വരെ എത്തി നിൽക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും സംഘപരിവാറിനുമെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലുന്ന ഒരു തരത്തിലേക്ക് സംഘപരിവാർ നീങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു അപ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ സംഘപരിവാർ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹൈന്ദവ ആചാരപ്രകാരം മത്സ്യം ഒരു വലിയൊരു അവതാരമാണ്. നാളെ ഒരു സുപ്രഭാതത്തിൽ പറയാണ് ഇവിടെ ആരും മത്സ്യം കഴിക്കരുത് എന്ന് പറയുന്നതിലേക്ക് ഒരിക്കലും ഈ ജനാധിപത്യപരമായ ഒരു മൂല്യങ്ങൾ കാസൂക്ഷിക്കുന്ന കേരളത്തിലെങ്കിലും ഈ ചർച്ചകൾ അധികമായി കൊണ്ടുപോകാതെ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഒരു അമ്മ പറ്റ മക്കളെ പോലെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എരുമയും പോത്തും അല്ലെങ്കിൽ എരുമയും പോത്തും കാളയും അല്ലെങ്കിൽ എരുമയും പോത്തും ഇത് വധിക്കപ്പെടുകയും ഭക്ഷണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ഒരു വിധത്തിലുള്ള വിലക്കുകളും ഇന്ത്യയിൽ ഇങ്ങനെ ഏറിക്കുറഞ്ഞ് 19 സംസ്ഥാനങ്ങളിൽ യാതൊരു വിലക്കുമില്ല. മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വധത്തെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും കഴിക്കുന്നതിന് അതിന് നിയമം മൂലം യാതൊരു വിലക്കുമില്ല. പട്ടിണിയായ മനുഷ്യനോട് നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുന്നത്, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ പിള്ളേ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം വയറ് കുത്തിത്തോണ്ടിയിട്ട് വയറ്റിനകത്ത് ഇറച്ചിയുണ്ടോ എന്ന് നോക്കുന്നത്, ഇതിനൊക്കെ ആത്മീയതയുടെയും സെൻറ്റിമെൻറ്റിൻ്റെയും ഫീലിങ്സിൻ്റെയും ഒന്നും കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനുഷ്യനാണ് ഏറ്റവും വലുത്, മനുഷ്യ ജീവനാണ് ഏറ്റവും വലുത്. ഇവിടെ ബീഫ് ഫെസ്റ്റ് മാത്രം മതിയോ? എന്താ കഞ്ഞി ഫെസ്റ്റ് ഇല്ലാത്ത മലപ്പുറം ജില്ലയിൽ? രാജീവ് ജോസഫ് മാഷിനെ അവിടെ ക്രൂരമായിട്ട് പന്നിയിറച്ചി കൊടുത്തു എന്നും പറഞ്ഞ് NCC ക്യാമ്പിൽ പന്നിയിറച്ചി കൊടുത്തു എന്നും പറഞ്ഞിട്ട് അവിടെ ക്രൂരമായിട്ട് ആക്രമിച്ചപ്പോൾ ഇവരാരും പന്നി ഫെസ്റ്റ് നടത്താൻ വേണ്ടി വന്നില്ല. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഇവിടെ ആരും ക്വസ്റ്റ്യൻ പേപ്പർ ഫെസ്റ്റ് നടത്താൻ വേണ്ടി വന്നില്ല. ഇവിടെ ഏകപക്ഷീയമായിട്ട് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതി അത് ഇടതുപക്ഷം അവസാനിപ്പിക്കും. ഇവിടെ ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഒരു സാമുദായികമായ ധ്രുവീകരണം. അപ്പോൾ സാമുദായികമായ ധ്രുവീകരണം എന്നുള്ളതിൽ ഈ അങ്ങേയറ്റത്തെ സവർണർ മുതൽ ഈ ചാമറൊന്നും ഏറ്റവും താഴെയുള്ള ദളിതരിലെ തന്നെ ഈ പശുവെല്ലാം പിന്നെ ഈ പശുവിന് ഇപ്പോൾ ചത്തു എന്ന് പറയാൻ പാടുണ്ടോ എന്നറിയില്ല, അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ തോലെല്ലാം ഉരിച്ചെടുത്തിട്ട് അതിൻ്റെ തോല് കൊണ്ടുള്ള ഈ പണികളെല്ലാം ചെയ്യുന്ന ആൾ മാതാവെന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഈ ചേതനായിട്ട് ശരീരമെടുക്കാനായിട്ട് ഇതിനെ പൂജിക്കുന്നവരാരും വരാറില്ല. ഇതെടുത്തുകൊണ്ട് പോകേണ്ടവർ ജാതിയിൽ താണ ആളുകളാണ് വന്നെടുത്തുകൊണ്ട് പോകാൻ. സ്വന്തം അമ്മ മരിച്ചാൽ കട്ടിലിൻ്റെ കാലിൽ മക്കളും മരുമക്കളും എല്ലാം കൂടി പിടിക്കും. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല. ഉത്തരേന്ത്യയിൽ അത് തന്നെയാണ് അവിടെ നടക്കാറുള്ളത്. ഇനി ആരെന്ത് പറഞ്ഞാലും ഇത് തന്നെയാണ് നമുക്കെല്ലാം അറിയാവുള്ളത് തന്നെയാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ വിരട്ടി ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടോ? അല്ല, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ആരെന്ത് തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞാലും അവർക്ക് സമചിത്തതയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു രീതി ഇവിടെ ഒരു രാഷ്ട്രീയ സംവിധാനം, ഇവിടുത്തെ മതസംഘടനകൾ എല്ലാം അത് ശീലിച്ചിട്ടുണ്ട്, പാലിച്ചിട്ടുണ്ട്. അതൊന്നും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ ആരെങ്കിലും പിന്നെ തലോടിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും പിന്നെ മെച്ചം കിട്ടുമെന്നാരും ഗുണം കിട്ടുമെന്നാരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ ദളിത് വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിലെ മിഞ്ഞാത്ത കാര്യമാണ് പറഞ്ഞത്. അതിന് മുൻപ് ഒരു ദളിത് വിഷയം ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കേട്ടത് ഒരു ദളിത് സ്ത്രീയെ നഗ്നയാക്കി
എന്നാണ് കേട്ടിരുന്നത്. പത്രങ്ങളും ചാനലുകളൊക്കെ നന്നായി റിപ്പോർട്ട് ചെയ്തു, ചർച്ചയും വന്നു. പിന്നെയാണ് പോലീസ് റിപ്പോർട്ട് വന്ന ആ ഗൃഹനാഥനാണ് ആ സ്ത്രീയെ നഗ്നയാക്കിയത്. അതോടുകൂടെ വാർത്തയെല്ലാം തീർന്നു. വാർത്തയാക്കുന്നതൊക്കെ എങ്ങനെയാ? അതൊക്കെ സംഘപരിവാർ ചെയ്തു. ഇനി അതിന് തൊട്ട് മുന്നേ, ഒരാഴ്ച മുന്നേ ഒരു ദളിതനെ ചുട്ടുകൊന്നു ക്ഷേത്രത്തിൽ വെച്ച്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിച്ചു സവർണൻ അവർണനായിട്ടുള്ള ദളിതനെ ചുട്ടുകൊന്നു. പക്ഷേ ദളിതൻ്റെ ക്ഷേത്രത്തിലാണ്. ദളിതൻ്റെ ക്ഷേത്രത്തിൽ ഇങ്ങനെയാണ് ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉള്ള പ്രശ്നം സത്യത്തിൽ സാമുദായികമായിരിക്കുന്ന വിഷയങ്ങളല്ല. ഇതിനെ സാമുദായികമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകർ എന്നുള്ള രീതിയിൽ ചില ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിലത്തെ ആത്യന്തികമായിട്ടുള്ള വിഷയം. ഇതിനെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിന് നിലനിൽക്കുന്ന അന്തരീക്ഷം അത്ര ശുഭകരമല്ല എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലാണ് ഭരണകർത്താക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. കേരളം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരളം ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണല്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അവനവൻ്റെ ഇഷ്ടഭക്ഷണം, വിശ്വാസം, മതം ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട് എന്ന് മാത്രം ഓർക്കുക.